ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒത്തിരി കാലമായിട്ട് പറയണമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. എന്നും എൻ്റെ മനസ്സിൽ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു ഈ വിഷയത്തെക്കുറിച്ച്. എന്താണ് വിഷയമെന്ന് നിങ്ങൾ ആലോചിക്കും. ഇതൊരു വ്യത്യസ്തമായ വിഷയമാണ്. ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ വലിയൊരു വിഷയമാണ്. ഈ വിഷയം ശരിക്കും എല്ലാവരും വിചാരിച്ചാൽ മാത്രം മാറ്റാൻ പറ്റുന്ന ഒരു വിഷയമാണ്. സേഫ് ഡ്രൈവിംഗ്. നമുക്ക് സുരക്ഷിതമായി ഡ്രൈവ് ചെയ്യാൻ പറ്റുക എന്നുള്ള വിഷയം. ഞാനിന്ന് ഇത് വന്നതിന് കാരണം, നമ്മൾ ഇന്നലെ കണ്ട ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ 5 പേര് പോയി മരിച്ചത്. ശരിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ വാർത്ത കേൾക്കുമ്പോൾ മരണ വാർത്തകൾ, കേരളത്തിൽ ആക്സിഡൻറ്റ്, ബൈക്ക് കൂട്ടിയിടിക്കുന്നു, കാറ് കൂട്ടിയിടിക്കുന്നു, ബസ് കൂട്ടിയിടിക്കുന്നു, മരണം മാത്രം. ഇന്നലെ 5 പിള്ളേർ മരിച്ചു. ആ പ്രായത്തിലുള്ള മകളും മകനും ഒക്കെ നമുക്കുമുണ്ട്, ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല, നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. ആ മാതാപിതാക്കളുടെ ഒരു ദുഃഖം, അവരൊക്കെ 50 വയസ്സോ 60 വയസ്സോ ഒക്കെ പ്രായമുള്ള മാതാപിതാക്കളുടെ മക്കളാണ് ഈ മരിച്ചത് മുഴുവൻ. ഒരായുസ് മുഴുവൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വലിയ പ്രതീക്ഷയോടുകൂടി മെഡിക്കൽ കോളേജിൽ ജോലി കിട്ടി നാളെ ഡോക്ടറായി വരേണ്ടവർ. ഇതിലെല്ലാം ഉപരിയായിട്ട് ഇവരെ വിദ്യാഭ്യാസം മുഴുവൻ കൊടുത്ത് ഇത്രയും വളർത്തിയെടുത്ത നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കുണ്ടായ നഷ്ടം അതൊരിക്കലും നികത്താൻ പറ്റുന്നില്ല. 5 യുവ ഡോക്ടർമാരാണ് നമുക്ക് മരിച്ചു പോയത്. അവർ അകാലത്തിൽ തന്നെ മരിച്ചുപോയി. അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ, അവരുടെ സുഹൃത്തുക്കളുടെ സ്വപ്നങ്ങൾ എന്ന് വേണ്ട അവരുടെ എല്ലാവരുടെയും ദുഃഖങ്ങൾ എല്ലാം നമുക്ക് നഷ്ടമായി. അങ്ങനെ നഷ്ടമായ അവരുടെ ജീവിതം കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. ഞാൻ പലപ്പോഴും സംസാരിക്കണമെന്ന് മനസ്സിൽ വിചാരിക്കുകയും കാണുന്നവരോടൊക്കെ ഞാൻ സംസാരിക്കുകയും ചെയ്തിട്ടുള്ള യൂട്യൂബ് ചാനലിലൂടെയൊക്കെ മെസ്സേജുകളൊക്കെ പലതും ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇന്നിത് സംസാരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം, നീട്ടുന്നില്ല. നമ്മളെല്ലാവരും വണ്ടി ഓടിക്കുന്നവരാണ്. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 90% ആൾക്കാരും വണ്ടി ഓടിക്കാറുണ്ട്. ബൈക്കായിട്ടും കാറായിട്ടും ബസ്സായിട്ടും ലോറിയായിട്ടും എന്ന് വേണ്ട പല രീതിയിൽ ഓരോരുത്തരുടെ ജോലി അനുസരിച്ച് വണ്ടി ഓടിക്കാറുണ്ട്. ഒരു പാഷനായിട്ട് വണ്ടി ഓടിക്കുന്നവരുണ്ട്, നിത്യോപയോഗത്തിന് വണ്ടി ഓടിക്കുന്നവരുണ്ട്. ഞാൻ ഡെയിലി വണ്ടി ഉപയോഗിക്കുന്ന ആളാണ്. ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും എൻ്റെ സ്വന്തം കാറിലാണ്. അത് ഒത്തിരി വർഷങ്ങളായിട്ട് ഞാൻ അങ്ങനെയാണ്. എനിക്ക് ഒരു വിധം പ്രായമായപ്പോൾ തൊട്ട് ഞാൻ കാർ ഓടിച്ച് എൻ്റെ ആവശ്യങ്ങൾക്ക് പോകുന്ന ആളാണ്. അപ്പോൾ പലപ്പോഴും പല ആക്സിഡൻറ്റുകളും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. പല ആക്സിഡൻറ്റുകളും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. പല ആക്സിഡൻറ്റും വണ്ടി കിടക്കുന്നത് കണ്ടിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മുടെ രാജ്യത്ത് സേഫ്റ്റി എന്ന് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പണ്ട് സേഫ്റ്റി കോൺഷ്യസ് നമുക്കില്ലായിരുന്നു. 5 സ്റ്റാർ സേഫ്റ്റിയുള്ള കാറ്, 4 സ്റ്റാർ സേഫ്റ്റിയുള്ള കാർ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ കാറൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. ടാറ്റയുടെ വണ്ടിയൊക്കെ മുഴുവൻ 5 സ്റ്റാർ സേഫ്റ്റി പറഞ്ഞാണ് ഇപ്പോൾ ടാറ്റ ആണെങ്കിലും മുൻപന്തിയിലേക്ക് വന്നത്. എന്തുകൊണ്ടാണ്? ആക്സിഡൻറ്റ് കൂടുതലായതുകൊണ്ടാണ് നമ്മൾ 5 സ്റ്റാർ സേഫ്റ്റിയുള്ള കാർ ഉപയോഗിക്കേണ്ടതായി വരുന്നത്. ഉദാഹരണത്തിന് നമ്മൾ വഴിയെ പോകുമ്പോൾ നമ്മുടെ പുറകിൽ നിന്ന് ഒരാൾ വന്ന് ഓണടിച്ചാൽ നമ്മൾ അവനെ കയറ്റിവിടണം. സന്തോഷമായിട്ട് അവന് സൈഡ് കൊടുത്ത് കയറ്റിവിടണം. അവനെന്തെങ്കിലും അത്യാവശ്യം ഉള്ളതുകൊണ്ടായിരിക്കും അവനത് പോകുന്നത്. നമുക്കത്ര അത്യാവശ്യം ഇല്ലെങ്കിൽ നമ്മളത് കയറ്റിവിടുന്നതിനകത്ത് യാതൊരു നാണക്കേടും വിചാരിക്കേണ്ട കാര്യമില്ല, യാതൊരു കുറച്ചിലും വിചാരിക്കേണ്ട കാര്യമില്ല. ഒരു നല്ല ഡ്രൈവറെ സംബന്ധിച്ച് അയാൾക്കതൊരു നാണക്കേടേ അല്ല, അയാൾക്കതൊരു അഭിമാനമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വേറെ വണ്ടി നമ്മൾ കയറ്റി വിടുന്നത് കൊണ്ട് നമുക്കൊരു കുറവും വരുന്നില്ല. നമ്മൾ നമ്മുടെ സ്പീഡിൽ തന്നെ നമ്മൾ പോവുക, അല്ലെ ചെറുതായിട്ടൊന്ന് നമ്മൾ ചവിട്ടി കൊടുക്കുക. പിന്നെ ചില ആൾക്കാരുടെ ഒരു സ്വഭാവ രീതിയുണ്ട്. വേറൊരു വണ്ടി വന്ന് ഹോണടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവനെ ഒരു കാരണവശാലും കയറ്റി വിടത്തില്ല. അവനിനി കയറി വന്നാൽ തന്നെ അവനെ നമ്മൾ സ്പീഡ് കൂട്ടും, അവൻ കയറി പോകണ്ടെന്ന് ഓർത്ത് ഒരു കുശുമ്പ് പരിപാടി, ഒരു പാരവെപ്പ്. അതുകൊണ്ട് നമുക്കൊന്നും നേടാനില്ല. ചിലപ്പോൾ ആ കയറി വരുന്ന ആളുടെ നിയന്ത്രണം വിട്ട് അയാൾ സൈഡിലേക്ക് മറിയാം, ബുദ്ധിമുട്ടുകളെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഡ്രൈവിങ്ങിൽ നമ്മൾ ഒരിക്കലും അഹങ്കാരം കാണിക്കാൻ പാടില്ല.
നമ്മൾ ഡ്രൈവിങ്ങിൽ നമ്മൾ അഹങ്കരിക്കുക എന്നുള്ള ഒരു രീതിയെ നമുക്ക് വേണ്ട. കാരണം നമ്മൾ ഡ്രൈവിങ്ങിൽ ഒന്നും അഹങ്കരിക്കാനില്ല. കാരണം ഇതൊരു യന്ത്രമാണ്. ഒരു യന്ത്രത്തേലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ബുദ്ധിയും ബോധവും ഇല്ലാത്ത ഒരു യന്ത്രം. നമ്മുടെ ബുദ്ധിയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. നമ്മളാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്, നമ്മളാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. അപ്പം നമ്മുടെ ബുദ്ധിയാണ് നോർമലായിട്ട് വർക്ക് ചെയ്യേണ്ടത്. അല്ലാതെ വണ്ടി ഇപ്പൊ എത്ര മുന്തിയ വണ്ടി ആയിക്കോട്ടെ, കൂടിയ വണ്ടി ആയിക്കോട്ടെ, കുറഞ്ഞ വണ്ടി ആയിക്കോട്ടെ, ആ വണ്ടികൾ ഓടിക്കുമ്പോൾ ഞാൻ വില കൂടിയ വണ്ടിയാണ് മേടിക്കുന്നത്, ഇനി മറ്റാരും ഈ റോട്ടിൽ പാടില്ല, ഞാനൊരു വണ്ടി മേടിച്ചു, ഇനി എൻ്റെ വണ്ടി മാത്രം ഇവിടെ ഓടിയാൽ മതി എന്നുള്ളൊരു മനോഭാവം നമ്മൾ ഒരിക്കലും എടുക്കാൻ പാടില്ല. കാരണം നമ്മളെപ്പോലെ തന്നെ നമ്മുടെ സഹജീവികളായ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ബാക്കി എല്ലാവർക്കും അതുപോലെ തന്നെ അവകാശമുണ്ട് വണ്ടി ഓടിക്കാൻ. അവരും ടാക്സ് കൊടുത്തിട്ടും ഒക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മളെ എങ്ങനെയാണോ നമ്മളുടെ മനസ്സിൽ നമ്മളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റുള്ള എല്ലാ വണ്ടിക്കാരെയും എല്ലാവരോടും നമ്മൾ അങ്ങനെ തന്നെ പെരുമാറണം. എങ്കിൽ മാത്രമേ നമുക്ക് സേഫ് ആയിട്ടുള്ള ഡ്രൈവിംഗ് പറ്റുള്ളൂ. പിന്നെ ഗതാഗത നിയമങ്ങൾ പാലിക്കാൻ ഇന്ന് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്, പലർക്കും ബുദ്ധിമുട്ടാണ്. അതെന്തോ കുറച്ചിൽ പോലെയാണ്. ഒരിക്കലും ഒരു കുറച്ചിലായിട്ട് നമ്മൾ കാണരുത്. നമ്മൾ നിയമങ്ങൾ പാലിക്കേണ്ടത് ഒരു രാജ്യത്തിലെ ഒരു പൗരന്റെ കടമയാണ്. നല്ല ഉത്തമ ബോധ്യമുള്ള നല്ല ഒരു പൗരൻ ഒരിക്കലും നിയമങ്ങൾക്കെതിരായിട്ട് നിൽക്കില്ല. നിയമങ്ങൾ എന്തിനാ? നമുക്ക് സുഗമമായിട്ട് ജീവിക്കാനും നമുക്ക് പ്രശ്നങ്ങളില്ലാതെ എല്ലാവർക്കും സുഖമായിട്ട് പോകാനുമാണ് നമ്മുടെ രാജ്യത്ത് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ആ നിയമങ്ങൾ പാലിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ആ നിയമങ്ങൾ നമ്മൾ പാലിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ സേഫാണ്, നമ്മുടെ കൂടെയുള്ളവരും സേഫാണ്, നമ്മുടെ എതിരെ വരുന്ന വാഹനത്തിലുള്ളവരും സേഫാണ്, എല്ലാവരും സേഫാണ്. ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ആ കുട്ടികൾ മരിച്ചത് ശരിക്കും അത് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. ശരിക്കും ആ കുട്ടികൾക്ക് ആ ഒരു ചെറിയൊരു ശ്രദ്ധക്കുറവ് വന്നതുകൊണ്ടാണ് വണ്ടി പോയി ഇടിച്ചതെന്ന് പറയുന്നു. അപ്പൊ ഇന്നലെ RTO സംസാരിക്കുന്നത് കേട്ടു. വണ്ടിക്ക് കാലപ്പഴക്കം ഉണ്ടായിരുന്നു, ഓവർലോഡായിരുന്നു, പെട്ടെന്ന് ബ്രേക്ക് ഔട്ട്. ഇപ്പൊ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ പതുക്കെ വേണം യാത്ര ചെയ്യാൻ. നമ്മൾ എത്ര കൂടിയ വണ്ടിയാണെന്ന് പറഞ്ഞാലും വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ബ്രേക്ക് ആകില്ല. കാരണം ബ്രേക്ക് ഡിസ്കിനകത്തെല്ലാം വെള്ളം കയറിയിരിക്കും. വെള്ളം കയറിയിരിക്കുമ്പോൾ നമ്മൾ ബ്രേക്ക് ഔട്ടുമ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഉണങ്ങിയിരിക്കുമ്പോൾ നമ്മുടെ ബ്രേക്ക് ഡിസ്ക് പിടിക്കുന്ന പോലെ ഒരിക്കലും പിടിക്കില്ല. അങ്ങനെ പിടിക്കാതെ വരാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മൾ കരുതണം. പിന്നെ നമ്മുടെ വിസിബിലിറ്റി കുറയും, നമ്മുടെ കാഴ്ച കുറയും. അപ്പോൾ നമ്മൾ സ്പീഡ് കുറച്ച് പോകണം. പിന്നെ ബ്രേക്ക്, സഡൻ ബ്രേക്കുകൾ ഒരിക്കലും നല്ല ഭയങ്കര മഴയത്ത് പോയ സഡൻ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി സ്കിഡ് ചെയ്ത് പോകും. വണ്ടി സ്കിഡ് ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കാതെ പോകും. ABS ഒക്കെ ഉള്ള പുതിയ വണ്ടികളൊക്കെ ചിലപ്പോൾ സ്കിഡ് ചെയ്തില്ലെങ്കിലും പഴയ വണ്ടികളെല്ലാം സ്കിഡ് ചെയ്യും. കാരണം അതിനൊന്നും ആ ടെക്നോളജി ഇല്ല. ABS ഉണ്ടെന്ന് പറഞ്ഞാലും സ്കിഡ് ചെയ്യുകയല്ലെന്നൊന്നും വിചാരിച്ചേക്കല്ല. നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ ചിലപ്പോൾ വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഞാൻ വർഷങ്ങളായിട്ട് വണ്ടി ഓടിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഞാനൊരു കാര്യം പറയാം. എനിക്ക് ഈ ഓവർലോഡിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് 5 സീറ്റിന് വേണ്ടിയിട്ട് ഉള്ള ഒരു വണ്ടിയാണെങ്കിൽ അതിൽ 5 സീറ്റിൽ ആള് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് സ്റ്റിയറിംഗിലും വണ്ടിയുടെ കൺട്രോളറിലും ഉണ്ടാകുന്ന മാറ്റം ശരിക്കും ഫീൽ ചെയ്യും. ഓടിക്കുന്ന എല്ലാ ഡ്രൈവർമാർക്കും അത് മനസ്സിലാവും. നമ്മൾ രണ്ടുപേരും കൊണ്ട് പോകുമ്പോഴുള്ള ഒരു ഫീലല്ല, വണ്ടിയുടെ കൺട്രോളല്ല. ഒരാൾ തന്നെ പോകുമ്പോൾ ഈ വണ്ടിയുടെ ഫുൾ കപ്പാസിറ്റി 5 സീറ്റാണെങ്കിൽ 6 സീറ്റാണേലും സാധാരണ നമ്മുടെ കാറുകൾക്കെല്ലാം 3 പേര് പുറകിലും 2 പേര് ഫ്രണ്ടിലും, അങ്ങനെ 5 സീറ്റാണ് വണ്ടികൾ. പിന്നെ 7 സീറ്റ് വണ്ടിയുണ്ട്, ഇന്നോവ പോലെയുള്ള വണ്ടികളൊക്കെ ഉണ്ട്. എന്നാലും ആ വണ്ടിയുടെ ഒരു കപ്പാസിറ്റി അനുസരിച്ചാണ് ആ കമ്പനിക്കാർ ഈ വണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. 5 പേര് കയറാവുന്ന വണ്ടിയിൽ 10 പേര് കയറുമ്പോൾ തീർച്ചയായിട്ടും ആ വണ്ടിയുടെ കൺട്രോളിനെ അത് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ആ സീറ്റ് കപ്പാസിറ്റിയിൽ കൂടുതൽ വെയിറ്റ് വരുമ്പോൾ ഇതിന്റെ ഷോക്ക് അബ്സറും മറ്റു കാര്യങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നത് കമ്പനി ഉദ്ദേശിക്കുന്നതിന്റെ വേറൊരു വിപരീത ദിശയിലായിരിക്കും പ്രവർത്തിക്കുന്നത്. ഇപ്പം ഞാൻ ആ ആക്സിഡന്റ് ഞാൻ പല പ്രാവശ്യം കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ട്രാൻസ്പോർട്ടും അത്യാവശ്യം സ്പീഡ് ഉണ്ടായിരുന്നു. എതിരെ വന്ന ആ വണ്ടി അങ്ങനെ കയറി ചെല്ലുമെന്ന് ഒരിക്കലും ട്രാൻസ്പോർട്ട് ബസ്സുകാരും ചിന്തിക്കുന്നില്ല. കാരണം ട്രാൻസ്പോർട്ട് ഓടിച്ച ഡ്രൈവറെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റിയില്ല. കാരണം അയാളുടെ ദിശ വരുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി നേരെ ചെന്ന് കയറി കൊടുത്തു. ആ ബസ്സിലിരുന്ന ആൾക്കാർക്കും പരിക്ക് പറ്റി, ഈ പിള്ളേർ മരിച്ചു, ഇങ്ങനെല്ലാം ഉണ്ടായി.
അത് പെട്ടെന്ന് ഒരു സഡൻ ബ്രേക്ക് ചെയ്ത സമയത്ത് വണ്ടി സ്കിഡ് ചെയ്ത് പോയതാണ്. അതുപോലെ ആയിരുന്നു മഴ. കഴിഞ്ഞ ദിവസം ഈ മഴയത്ത് ഞാനും ഒന്ന് പുറത്ത് യാത്ര ചെയ്തതാ. ഞാൻ യാത്ര ചെയ്ത് കുറച്ച് ചെന്നപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി. എനിക്ക് ഈ വണ്ടി കൊണ്ട് പോകാൻ ഒരു ബുദ്ധിമുട്ട്. അതുപോലത്തെ മഴയായിരുന്നു. വൈപ്പർ ഇട്ടിട്ട് ഒന്നും രക്ഷയില്ല. എതിരെ വരുന്ന ആൾക്കാരൊക്കെ ഭയങ്കര സ്പീഡിൽ വരുന്നു, ഓവർടേക്ക് ചെയ്ത് കയറി പോകുന്നു. എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവിടെ അടുത്ത് അവിടെ ഒരു ഹോട്ടലുണ്ട്, എനിക്ക് പരിചയമുള്ള ഒരു ഹോട്ടലായിരുന്നു. ഞാൻ ആ ഹോട്ടലിൽ കയറി ഒരു ചായയൊക്കെ കുടിച്ച് ഒരു 10-15 മിനിറ്റ് ഞാനങ്ങ് സ്പെൻഡ് ചെയ്തു. ഈ 15 മിനിറ്റ് ഞാൻ സ്പെൻഡ് ചെയ്തപ്പോഴത്തേക്ക് ഈ മഴ കുറഞ്ഞു. ഈ മഴ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് സുഖമായിട്ട് യാത്ര ചെയ്ത് പോകാൻ പറ്റി. അതേസമയം മഴയെ ഞാൻ കൂസാതെ ഞാൻ ഭയങ്കര സ്പീഡിൽ എൻ്റെ വണ്ടി കൂടിയ വണ്ടിയാ, അങ്ങനെ എങ്ങനെയാന്നെല്ലാം പറഞ്ഞ് ഞാൻ പോയാൽ ആക്സിഡന്റ് ഉണ്ടാകാം. നമ്മളൊരു ആക്സിഡന്റ് വരുത്തി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇടിച്ചൊരാളെ കൊന്നിട്ട് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മുടെ മനസ്സ് നേറി, അയ്യോ അത് അങ്ങനെ വേണ്ടായിരുന്നു, അത്ര സ്പീഡ് ഞാൻ എടുക്കണ്ടായിരുന്നു, അങ്ങനെ ഞാൻ പോകണ്ടായിരുന്നു, നമ്മൾ എത്ര ചിന്തിച്ചാലും പോയ ബുദ്ധി നമുക്ക് തിരിച്ചു കിട്ടുകയില്ല. ആ സംഭവം നമുക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആ കളങ്കം മായ്ച്ചു കളയാൻ പറ്റുകയില്ല. എനിക്കറിയാം എൻ്റെ സുഹൃത്തുക്കൾ ആക്സിഡന്റിൽ മറ്റുള്ളവർ മരിച്ചിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ എന്തുമാത്രം വേദന ഉണ്ടെന്ന്. കാരണം അവർ മനഃപൂർവ്വം ആരും കൊന്നതല്ല, മനഃപൂർവ്വമുള്ള നരകത്തിയല്ല. അവരുടെ ഒരു നിമിഷ നേരത്തെ അശ്രദ്ധ കൊണ്ട്, അല്ലെങ്കിൽ അവർ യാത്ര ചെയ്തപ്പോൾ ഉണ്ടായ അവർക്ക് ഒരു ശ്രദ്ധക്കുറവ് തന്നെ. ഇത് ശ്രദ്ധക്കുറവ്, ഗൗരവക്കുറവ്. നമ്മൾ ഡ്രൈവിങ്ങിന് ഒരു വില പണ്ടൊക്കെ കൊടുക്കുമായിരുന്നു. ഡ്രൈവർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വില ഉണ്ടായിരുന്നു. ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും നല്ല കോൺഷ്യസ് ആയിരിക്കും. നമ്മൾ ഇവിടുന്ന് ഒരു യാത്ര പുറപ്പെടുന്നു, ഇവിടെ നമ്മൾ തിരുവനന്തപുരത്തിന് യാത്ര ചെയ്യുകയാണെന്ന് വിചാരിക്കാം. നമ്മൾ എത്ര സമയം കൊണ്ട് അവിടെ ചെന്നു എന്നതിനേക്കാളും ഒരു നല്ല ഡ്രൈവറുടെ ക്വാളിറ്റി, തട്ടുമുട്ടുമില്ലാതെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ അയാൾ സേഫായിട്ട് ആ വണ്ടി തിരുവനന്തപുരത്ത് എത്തിച്ചോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇന്നങ്ങനെയല്ല. റോട്ടിൽ കൂടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം നല്ല ഇന്നലെ നടന്ന സംഭവം ഞാൻ പറയാം. ഇന്നലെ ഞാൻ കടയിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഒരു ബൈക്കേല്, ഒരു പൾസർ ബൈക്കേല് ഏതോ കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യനാന്ന് തോന്നുന്നു, യൂണിഫോം ഒക്കെ ഇട്ടിട്ടുണ്ട്. പയ്യൻ ഓണടിച്ച് ഭയങ്കര സ്പീഡ് വന്നു. ഞാൻ സാധാരണ ഒരു 40-50 ആ സ്പീഡിലേ പോകാറുള്ളൂ. അപ്പം പുറകെ വരുന്ന ആൾക്കാർക്കൊക്കെ നമ്മളൊരു പുച്ഛമാണ്. ഓണൊക്കെ അടിക്കും. ഞാൻ അന്നേരം കയറി പൊക്കോളാം, ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കുകയോ കൈ കാണിക്കുകയോ ചെയ്ത് അവരെ കയറ്റി വിടാറാണ് ഞാൻ പതിവ്. അപ്പൊ ഈ ബൈക്കുകാരനും വന്നു. ഇവൻ എൻ്റെ ഇടതുവശത്തൂടെ കയറിപ്പോയി. വലതുവശത്തൂടെ കയറേണ്ട വണ്ടി അവൻ ഇടതുവശത്തൂടെ കയറിപ്പോയി. ഓക്കെ, കുഴപ്പമില്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് ശരിക്കും പറഞ്ഞാൽ, പിള്ളേർക്കും നല്ല പലർക്കും ഈ ഇടതുവശത്തൂടെ വണ്ടി സിംഗിൾ ലൈനിൽ ഓവർടേക്ക് ചെയ്യരുതെന്നുള്ള നിയമം ആർക്കും അറിയത്തില്ല, പലർക്കും അറിയത്തില്ല. ഇനി വണ്ടിയുടെ പുറകിൽ എഴുതി വെക്കേണ്ടി വരുന്ന ഗതികേട്ടില്ല. ഞാൻ ഓർത്ത് എൻ്റെ വണ്ടിയുടെ പുറകിൽ എഴുതി വെച്ചാലും ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. നമ്മളിപ്പോൾ ഫ്രണ്ടിൽ പോകുമ്പോൾ നമ്മൾ വേറൊരു വണ്ടി വരുമ്പോൾ സൈഡ് കൊടുക്കാനോ വല്ലോ ഇടതുവശത്തോട്ട് നമ്മൾ വണ്ടി മാറ്റുമ്പോൾ ആണ് ഇടതുവശത്തൂടെ പെട്ടെന്നൊരു ബൈക്കുകാരൻ കയറി വരിക, അവനെ ഇടിക്കുകയും ചെയ്യും. സത്യത്തിൽ ഇപ്പൊ നമ്മൾ ഇടതുവശവും വലതുവശവും നോക്കണ്ട ഒരു വലിയ ഗതികേടിലാണ് വണ്ടി ഓടിക്കുന്ന ഓരോ മനുഷ്യന്റെ അവസ്ഥ. കാരണം ഇടതുവശത്തൂടെയും വലതുവശത്തൂടെയും ഓവർടേക്ക് നടക്കുന്ന ഒരു കാലം. അത് നിയമം അവർക്ക് അറിയത്തില്ലാഞ്ഞിട്ടാണോ അതോ അങ്ങനെ കയറാമെന്ന് വിചാരിച്ചിട്ടാണോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്റെയൊക്കെ ചെറുപ്പകാലത്ത്, അല്ലെങ്കിൽ ഒരു 10 വർഷം മുമ്പ്, അല്ലെങ്കിൽ ഒരു 15 വർഷം മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. ഇങ്ങനെ ആരും ഇടതുവശത്തൂടെ വണ്ടി ഓവർടേക്ക് ചെയ്യലായിരുന്നു. ഇപ്പൊ ഇടതുവശത്ത് ഇപ്പൊ വണ്ടിയാല് ക്യാമറ ഫിറ്റ് ചെയ്യേണ്ട ഗതികേടാ. കാരണം ഇവനെ ഇടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളാവും പ്രതി. നമ്മൾ ഓവർടേക്ക് ചെയ്ത് ഇടിച്ചിട്ട പോലെ ആവും കേസ് വരുമ്പോൾ. ഇവൻ ഇടതുവശത്തൂടെ കയറി വന്ന് ഇടിച്ചതാണെന്നുള്ളത് അറിയിക്കണമെങ്കിൽ നമ്മൾ ഡാഷ് ക്യാം ഫ്രണ്ടിലും ബാക്കിലും ഇപ്പൊ വണ്ടിയെ പിടിപ്പിക്കേണ്ട ഗതികേടില്ല. അങ്ങനെ പിടിപ്പിച്ചില്ലെങ്കിൽ ഇപ്പൊ നമുക്ക് തെളിയിക്കാൻ പറ്റിയല്ല, നമ്മൾ പ്രതിയാവും. ഒരു തെറ്റും ചെയ്യാത്ത നമ്മൾ പ്രതിയാവും, തെറ്റുകാരൻ രക്ഷപ്പെടും. ഇപ്പൊ ഞാൻ ഓവർടേക്ക് ചെയ്ത പയ്യന്റെ കാര്യം പറഞ്ഞു. അവൻ ഇടതുവശത്തോടെ ഓവർടേക്ക് ചെയ്ത് ഭയങ്കര സ്പീഡിൽ അങ്ങ് പോയി. ഒരു 3-4 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ വഴി എന്താണെന്ന്, അപ്പോൾ വഴി ബ്ലോക്കായി നിൽക്കുന്നു. അപ്പൊ ഞാൻ വണ്ടി സ്ലോ ചെയ്ത് ചെന്നപ്പോഴത്തേക്കും ഈ എന്നെ ഓവർടേക്ക് ചെയ്തു പോയ ഇവൻ അവിടെ ഒരു ജീപ്പുമായിട്ട് ഇടിച്ച് ജീപ്പിന്റെ ടയർ കീറിപ്പോയി, ടയർ പഞ്ചറായിപ്പോയി. അത് ജീപ്പിന്റെ ടയറും ടാർ എന്ന് പറഞ്ഞ ജീപ്പുണ്ടല്ലോ, മറ്റേ നമ്മുടെ മഹേന്ദ്രയുടെ വണ്ടി, ഓഫ് റോഡ് വണ്ടി, ആ വണ്ടിയുടെ ടയർ വലിയ ഓവർ സൈസ് ടയർ ഇട്ടിരിക്കുക വണ്ടിയിൽ. അതും നിയമവിരുദ്ധമാണ്. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ടയർ. ആ ടയർ ഇട്ട് ഈ വണ്ടിയായിട്ട് അയാൾ വന്നു. ആ വണ്ടിയുടെ ടയറിൻ്റെതാന്ന് തോന്നുന്നു ഇവൻ ഇടിച്ച്, ടയർ കീറി, വണ്ടി ടയർ പഞ്ചറായി കിടന്നുകൊണ്ട് ആ ടയറിന്റെ ഇടിച്ചെന്ന് ഞാൻ അനുമാനിക്കുന്നു. ഇവൻ അവിടെ ഇരിപ്പുണ്ട്, നിലത്ത് കുത്തിയിരിക്കുക. ഇവനെ ഏൽപ്പിച്ചൊക്കെ നിർത്തുന്നു.
ഇവന്റെ ദേഹത്ത് തൊലിയില്ല, ചങ്കത്ത് തൊലിയില്ല, മുട്ടിന് താഴോട്ട് രണ്ട് കാലിലും തൊലിയേ ഇല്ല. ഇവന്റെ പാൻ്റ് എല്ലാം കീറിപ്പോയി, തൊലിയേ ഇല്ല, ചോരയെല്ലാം മാർന്നു നിൽക്കുന്നു. വളരെ ദയനീയമായ രംഗമാണ്. ആർക്കും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഞാൻ സന്തോഷമല്ല ഞാൻ പറഞ്ഞ്. അങ്ങനെ പോയപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ്. എന്നാൽ മാന്യമായ രീതിയിൽ ഇത് പോയി, ഒരു ബൈക്ക് കിട്ടി, മാന്യമായ രീതിയിൽ അങ്ങ് പോയെങ്കിൽ ഇതൊന്നും ഉണ്ടാകും. ഇനി എന്തുമാത്രം വേദന സഹിക്കണം ഈ കൊച്ച്. എന്തേരം വേദന സഹിച്ചാൽ ഈ വേദനയ്ക്ക് ഈ ബൈക്ക് മേടിച്ചു കൊടുത്ത കാർന്നവന്മാർക്കോ ഇത് കണ്ടു നിന്ന ഞങ്ങൾക്കോ ഇടിച്ച കാറിനോ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. വേദന അവൻ തന്നെ സഹിക്കണം. അവൻ തന്നെ വേദന സഹിക്കണം. അവന്റെ കാലോ കയ്യോ ഒടിഞ്ഞിട്ടുണ്ടെ കമ്പി ഇടുകയോ ഒക്കെ ചെയ്താൽ ജീവിതകാലം മുഴുവൻ ആ വേദന സഹിക്കണം. അത് ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഞാനും ശ്രദ്ധിക്കണം, ഈ നാട്ടുകാരും ശ്രദ്ധിക്കണം, ഈ നാട്ടിലുള്ള എൻ്റെ അനിയന്മാരും ശ്രദ്ധിക്കണം. എൻ്റെ അനിയന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കാരണവന്മാർ നിങ്ങളിൽ എന്തോരോ പ്രതീക്ഷ വെച്ചാണ് നിങ്ങളെ വളർത്തുന്നത്. നിങ്ങളിങ്ങനെ ഒരു ബൈക്ക് മേടിച്ച് ഈ ബൈക്കിൽ പോയി നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന വേദന നിങ്ങൾ അതെങ്കിലും ഒന്ന് ചിന്തിക്കുക. നിങ്ങളുടെ വേദന പോട്ടെ, നിങ്ങളുടെ കാരണവന്മാർക്ക് അല്ലെ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് നിങ്ങളുടെ കൂടപ്പറപ്പുകൾക്കെല്ലാം എന്തുമാത്രം സഹിക്കാൻ പറ്റും. ആകെ ഒരാണൊക്കെയുള്ള വീട്ടിലൊക്കെ ബൈക്കിൽ പോയി മരിക്കുന്നത്. ഡീക്കോ എന്നൊക്കെ പറഞ്ഞ ഓരോ ബൈക്കൊക്കെ ഉണ്ട്. അതൊക്കെ പോകുന്ന പോക്ക് കണ്ടാവുണ്ടല്ലോ, റോക്കറ്റ് പോകുന്നല്ലോ, റോക്കറ്റ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലുണ്ടായ ഹീറോ കൊണ്ടായും ഒരു സ്പ്ലെൻഡറും മറ്റേ ഇതന്നെ വേറൊരു സാധനം ഹീറോ കൊണ്ടായ SS, പിന്നെ കവാസാക്കി, പിന്നെ ഇതിലെല്ലാം ഒരു പ്രശ്നക്കാരനുണ്ടായിരുന്നു അന്ന്, യമഹ 100cc എന്നൊരു വണ്ടിയുണ്ട്. വെയിറ്റും ഇല്ല, വലുപ്പവും ഇല്ല, ഒന്നുമില്ല. കൈ കൊടുത്തു കഴിഞ്ഞാൽ പറന്നങ്ങ് പോകും. അന്നത്തെ ചെത്തുകാർ നടന്നുകൊണ്ടിരുന്ന യമഹയില. ഇന്ന് ഡൂക്കേലായി, പാഷൻ പ്ലസോ ഏതാണ്ടൊക്കെ, എനിക്ക് ഇതിൻ്റെ ഒന്നും പേരൊന്നും അറിയത്തില്ല. ഒത്തിരി വണ്ടികൾ ഇങ്ങനെ പല സൈസ് വണ്ടികൾ ഇങ്ങനെ പോകുന്ന കാണാം. ഇത് ലോൺ എടുത്തും കടമെടുത്തും കാരണവന്മാരെ വഴക്കുണ്ടാക്കി വിഷയം ഉണ്ടാക്കിയൊക്കെ പലതും മേടിക്കുന്ന, അധ്വാനിച്ച് മേടിക്കുന്നൊന്നുമില്ല. ഇത്രയും സ്പീഡിൽ എവിടെ പോകുന്ന? അങ്ങനെ പോകുന്ന കുട്ടികൾ ഒരു നിമിഷം ചിന്തിക്കണം. ഒരു 10 സെക്കൻഡ് താമസിച്ചാലും അല്ലെ 1 മിനിറ്റ് താമസിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ സേഫായിട്ട് വീട്ടിൽ ചെന്നാൽ ഈ വേദനയൊന്നും അനുഭവിക്കാതെ നമുക്ക് സുഖമായിട്ട് ജീവിക്കത്തില്ലേ? ഈ 1 മിനിറ്റോ 2 മിനിറ്റോ ലാഭിച്ചിട്ട് നമ്മൾ ആശുപത്രിയിൽ പോയി 6 മാസം കിടന്നാൽ ഇതിന്റെ ലാഭം മുഴുവൻ തീർന്നില്ലേ? അതുകൊണ്ട് സേഫ് ഡ്രൈവിംഗ് അത്യാവശ്യമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ പേടിക്കുന്ന ബസ്സുകളെയാണ്. ബസ്സുകൾ ഇപ്പം മത്സര ഓട്ടമാണ്. മത്സര ഓട്ടം എന്ന് പറഞ്ഞാൽ മത്സര ഓട്ടം. ഇന്ന് TV-യിൽ ഒരു ചേച്ചി ഇന്ന് ബസ്സുകാരോട് ഭയങ്കരമായിട്ട് ചൂടാകുന്നുണ്ട്. ഒരു ട്രാൻസ്പോർട്ട് ബസ്സും ഒരു പ്രൈവറ്റ് ബസ്സും കൂടെ ഇടിച്ചു. ട്രാൻസ്പോർട്ട് ബസ് നടുക്കുകൊണ്ട് നിർത്തുന്നു, ഓട്ടോറിക്ഷക്കാരൻ പെട്ടെന്ന് വെട്ടിച്ചു മാറ്റിക്കൊണ്ട് അയാൾ മരിച്ചില്ല. ഇന്നത്തെ ന്യൂസാണ്, നിങ്ങളൊക്കെ കണ്ടു കാണും. TV-യിൽ ഇന്നത്തെ ന്യൂസ് വന്നിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങൾ പ്രതികരിക്കുന്നു. പിന്നെ ഈ ട്രാൻസ്പോർട്ട് ബസ്സിനെ ഞാൻ കുറ്റമായിട്ട് പറയല്ലോ കേട്ടോ. എന്ത് ചെയ്യാനാ? ട്രാൻസ്പോർട്ട് ബസ് എന്ന് പറഞ്ഞാൽ എന്റെയും കൂടെ ബസ്സാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ബസ്സാണ്, നമ്മുടെ സംസ്ഥാനത്തിന്റെ ബസ്സാണ്, നമ്മുടെ നികുതിപ്പണം കൊണ്ടുണ്ടാക്കിയ ബസ്സാണ്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ട്രാൻസ്പോർട്ട് ബസ്സിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ട്രാൻസ്പോർട്ട് നമ്മൾ തന്നെ. അപ്പൊ ഈ ട്രാൻസ്പോർട്ട് ബസ്സിന്റെ ഇൻഡിക്കേറ്റർ ഒന്നും വർക്ക് ചെയ്യല, ഹെഡ്ലൈറ്റും നേരെ വെട്ടമില്ല, പിന്നെ ബ്രേക്ക് അടിച്ചൗട്ടിയാൽ പല ലൈറ്റുകളും വർക്ക് ചെയ്യുന്നില്ല. ഇത് ഇടയ്ക്ക് പീസായി പോകുന്നതാണോ അതോ ഈ ജോലി ചെയ്യുന്ന ആൾക്കാർ കൃത്യമായിട്ട് മാറാത്താണോ എന്നറിയത്തില്ല. ഇപ്പൊ എന്നാണേലും ട്രാൻസ്പോർട്ട് വകുപ്പിലുള്ള മന്ത്രി ഗണേഷ് കുമാർ സാറിനോട് എനിക്കൊരു ചെറിയ അപേക്ഷയുണ്ട്. അഭ്യർത്ഥനയല്ല, ഞാൻ അപേക്ഷിക്കുക. ആ ട്രാൻസ്പോർട്ട് ബസ്സിന്റെ ഒക്കെ പിന്നെ ഫിറ്റ്നസ് ഒന്ന് ശ്രദ്ധിക്കാനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആരെങ്കിലും ഈ ബ്രേക്ക് ലൈറ്റുകളും ഇൻഡിക്കേറ്ററുകളും അങ്ങനെ ആ വണ്ടിയുടെ ഒരു ആരോഗ്യസ്ഥിതി കറക്റ്റ് ആണോ, സർവീസ് സെന്ററിൽ നിന്ന് കൊടുക്കുന്ന വണ്ടി നല്ലതാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള സെക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ശക്തിപ്പെടുത്തുകയാണെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഇത്രയും ജീവനുകൾ പൊലിയുന്നതിന് ഒരു പരിധിവരെ ട്രാൻസ്പോർട്ട് ബസ്സിനും പ്രൈവറ്റ് ബസ്സിനും ബസ്സുകാർക്ക് ഒരു നല്ല പങ്കുണ്ട്. പിന്നെ അവരുടെ ടൈമിന്റെ പ്രശ്നം കൊണ്ടായിരിക്കാം, നമുക്ക് എല്ലാവർക്കും എല്ലാവരുടേതായ പ്രശ്നങ്ങളുണ്ട്. അവരുടെ സമയം കുറവുകൊണ്ടായിരിക്കാം അവർ മത്സര ഓട്ടം നടത്തുന്നത്, അവരുടെ കളക്ഷൻ കുറവുകൊണ്ടായിരിക്കാം മത്സരം. ഇതെല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. മൊത്തത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ വളരെ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാ വ്യക്തികൾക്കും ബുദ്ധിമുട്ടുണ്ട്, മൊത്തത്തിലുള്ള ബുദ്ധിമുട്ട് എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ജീവൻ നമ്മൾ കളഞ്ഞിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് ഇത് വല്ലതും ഈ ബുദ്ധിമുട്ടുകൾ വല്ലതും നമ്മൾ മാറ്റിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പൊ അത്രയും ഉള്ള ഒരു ക്ഷമയെങ്കിലും നമ്മൾ റോഡുകളിൽ കാണിച്ചിനി മുമ്പോട്ട് പോയില്ലെങ്കിൽ മരണം ഇനിയും കൂടും, ഓരോ ദിവസവും കൂടും. ഓരോ ദിവസവും കേരളത്തിൽ എത്ര പേരാ മക്കളെ മരിക്കുന്നത്, എത്ര ചെറുപ്പക്കാരാ മരിച്ചു പോകുന്നത്.
അവരെത്ര വർഷം ഇനി ജീവിക്കേണ്ടവരാ? ഈ രാജ്യത്തിന് എന്തുമാത്രം ഗുണം ചെയ്യേണ്ട ആൾക്കാരാ. ഇവരെല്ലാം ഇങ്ങനെ മരിച്ചു പോകാന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ് സഹിക്കുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞ് സഹിക്കുന്നില്ല. വളരെയധികം പ്രയാസമുണ്ട്. ആ പ്രയാസത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഇനി ഞാൻ പറയുന്നതിനകത്ത് ആർക്കും ഒരു പ്രയാസം തോന്നരുത്. നമുക്കെല്ലാം ഇത് ഒന്നിച്ചു നിന്ന് ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമ്മൾ ഓരോരുത്തരും അവനവനെ തന്നെ മര്യാദ പഠിപ്പിച്ച് അവനവനെ തന്നെ ബോധവൽക്കരണം ചെയ്ത് പിന്നെ നമ്മൾ ഈ പുറവശത്ത് വണ്ടി പുറകിൽ പോയി നിൽക്കുന്ന സത്യം പറഞ്ഞാൽ ഒരു വണ്ടിയുടെ അകലമെങ്കിലും ഇട്ട് വേണം നമ്മൾ ഒരു 10 കിലോമീറ്റർ സ്പീഡിലെങ്കിലും പോകുന്നിടത്ത് നിർത്താൻ, കുറഞ്ഞത്. പിന്നെ നിരങ്ങി ടൗണിൽ കൂടെ പോകുന്നിടത്ത് അത്ര അകലം ഇടാൻ പറ്റിയല്ല, അടുപ്പിച്ച് തന്നെ നിർത്തും. ഞാൻ പറഞ്ഞത് മിനിമം ഒരു 10 കിലോമീറ്റർ 20 കിലോമീറ്റർ സ്പീഡിൽ യാത്ര ചെയ്യുന്ന ഒരു വണ്ടിക്ക് ഒരു വണ്ടിപ്പാട് അകലമെങ്കിലും ഗ്യാപ്പ് ഇട്ട് വേണം അത്രയും റൺ ചെയ്യാൻ. അപ്പം 40 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന വണ്ടി ഉറപ്പായിട്ടും ഒരു വണ്ടിയുടെ അകലം ഇടണം. 60 കിലോമീറ്റർ പോകുന്നതോ 2 വണ്ടിയുടെ അകലമെങ്കിലും ഇടണം. കാരണം ഫ്രണ്ടിൽ പോകുന്ന വണ്ടി ബ്രേക്ക് ഔട്ട് ചെയ്യാൻ പുറകെ വരുന്ന വണ്ടി പുറകിൽ ഇടിക്കും. കാരണം ഇപ്പോഴത്തെ പുതിയ വണ്ടികൾക്കെല്ലാം ഡിസ്ക് ബ്രേക്കാണ്, 4 ടയറിന് ഡിസ്ക് ബ്രേക്കാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എൻ്റെ വണ്ടി ഞാൻ ഇലക്ട്രിക് വണ്ടിയാണ് ഉപയോഗിക്കുന്നത്, ടാറ്റ നെക്സോൺ EV ഉപയോഗിക്കുന്നു. അതിന് 2 ടൈപ്പിലുള്ള ബ്രേക്കിംഗ് ആണ്. നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ മോട്ടോർ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ മോട്ടോർ തിരിഞ്ഞു കറങ്ങും. മുമ്പോട്ട് കറങ്ങുന്ന മോട്ടോർ റിവേഴ്സ് കറങ്ങും. റിവേഴ്സ് കറങ്ങാന്ന് പറഞ്ഞാൽ റീജനറേഷൻ, ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വണ്ടി ചവിട്ടുന്ന സമയത്ത് മോട്ടോർ തിരിച്ച് കറങ്ങി ഡൈനാമോയായിട്ട് പ്രവർത്തിച്ച് ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കറങ്ങുന്നത്. അപ്പൊ അങ്ങനെ മോട്ടോർ കറങ്ങിക്കൊണ്ടിരിക്കുന്ന മോട്ടോർ റിട്ടേൺ കറങ്ങുമ്പോൾ റീജനറേഷന് വേണ്ടി കറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ 60% ബ്രേക്കിങ്ങും അവിടെ നടന്നു കഴിഞ്ഞു. അതായത് ആക്സിലേറ്ററിൽ നിന്ന് നമ്മൾ കാലെടുക്കുമ്പോൾ തന്നെ നമ്മുടെ വണ്ടി 60% അല്ല 70% ബ്രേക്കിംഗ് അവിടെ ഉണ്ടായി കഴിഞ്ഞു. പിന്നെ നമ്മൾ ബാക്കി 30% വേണ്ടിയാണ് ബ്രേക്ക് ചവിട്ടുന്നത്. ബ്രേക്ക് ചവിട്ടുമ്പോൾ 4 ഡിസ്ക് ബ്രേക്കാണ്. 70% സ്പീഡും കുറഞ്ഞ വണ്ടിയാൽ നമ്മൾ ബ്രേക്ക് കാല് വെക്കേണ്ട താമസം വണ്ടി അവിടെ നിൽക്കും. പലപ്പോഴും എൻ്റെ പുറകെ വന്ന് ഒത്തിരി വണ്ടികൾ ഓൺ അടിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം അവരൊരിക്കലും ഈ വണ്ടി ഇത്രയും പെട്ടെന്ന് നിൽക്കുമെന്ന് അവർ വിചാരിക്കുന്നില്ല. അവര് ഡിസ്റ്റൻസ് ഇല്ലാതെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വണ്ടി സഡൻ ബ്രേക്ക് ഇടേണ്ട ഒരു ആവശ്യം വന്നാൽ, ഫ്രണ്ടിലൊരു കുട്ടി ചാടിയാൽ അല്ലെങ്കിൽ ഒരാൾ ചാടിയാൽ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് സഡൻ ബ്രേക്ക് ഇടേണ്ടി വരികയല്ലേ? സഡൻ ബ്രേക്ക് നമ്മൾ ഇടാതിരിക്കാൻ പറ്റുമോ? ഇട്ട് കഴിയുമ്പോൾ പുറകെ വരുന്ന വണ്ടിക്കാരൻ ഓൺ അടിച്ച് നമ്മളെ പേടിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? അയാൾ ആ കീപ്പ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. പണ്ടൊക്കെ ലോറിയുടെ പുറകിൽ എഴുതി വെക്കുമായിരുന്നു കീപ്പ് ഡിസ്റ്റൻസ്. അതെന്തുകൊണ്ടാണ്? ബ്രേക്ക് ഔട്ടുമ്പോൾ ഇടിക്കാതിരിക്കാനാണ്. അപ്പൊ നമ്മൾ ന്യൂ ജനറേഷൻ വണ്ടികൾ ഫ്രണ്ടിൽ പുറകിൽ പോകുമ്പോൾ ന്യൂ ജനറേഷൻ വണ്ടിയെല്ലാം ചവിട്ടുന്നത് ആ സ്പോട്ട് നിൽക്കും. അപ്പൊ പുറകെ വരുന്ന പഴയ വണ്ടിയാണെങ്കിൽ സ്കിഡ് ചെയ്ത് കഴിഞ്ഞ ദിവസം പോയാലും അങ്ങ് പോവും. കാരണം അവനൊറ്റ ബ്രേക്ക് ചവിട്ടുമ്പോൾ മഴയും കൂടെ ആണെങ്കിലുണ്ടല്ലോ, ABS ഒന്നും ഇല്ലെങ്കിൽ സാധനം അടുത്ത പറമ്പിൽ കിടക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ട്രാൻസ്പോർട്ടേഴ്സിന്റെ അടിയിൽ പോയി കയറും ഇതുപോലെ. അപ്പൊ അത് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ഓവർലോഡ് വണ്ടിയെ കയറ്റിയാലും വലിയ ലോഡ് കയറ്റിയാലും വണ്ടിക്ക് ഉണ്ടാകുന്ന മാറ്റം നല്ലൊരു ഡ്രൈവർക്ക് അറിയാം. ഞാൻ പറയേണ്ട കാര്യമില്ല. വണ്ടിക്ക് മാറ്റം വരും, വണ്ടിയുടെ സ്റ്റെബിലിറ്റി കുറയും. അപ്പൊ നമ്മൾ എക്സ്പീരിയൻസ് വെച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറയാതെ ഒരു തടി ലോറിയിൽ ലോഡ് കയറ്റിക്കൊണ്ട് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ടാറ്റയുടെ 1210 SC എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. ആ ലോറിയിൽ കയറ്റുന്ന ലോഡ് നമ്മൾ ഞെട്ടിപ്പോവും. എന്തുമാത്രം തടിയാണ് അതൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്നത്. ആ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന ഡ്രൈവർ അയാളുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ആ ലോറി അയാൾ ഓടിക്കുന്നത്. അയാൾ എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ ഈ ലോറി എവിടെ പോയെന്ന് ചോദിച്ചാൽ മതി, അധികം നേരം ഒന്നും ഓടിക്കല, 5 മിനിറ്റ് ഓടിക്കല, അതിനുള്ളിൽ ലോറി ഏതെങ്കിലും കൊക്കെ കിടക്കും. അപ്പൊ അത്രയും കഴിവുള്ള ഡ്രൈവർമാരുള്ള ഒരു സംസ്ഥാനമാണ് നമ്മൾ. ഇപ്പൊ നമ്മുടെ പുതിയ പിള്ളേർക്ക്, പുതിയ ആൾക്കാർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുമ്പോൾ ചില വിട്ടുവീഴ്ചയൊക്കെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. അല്ലെങ്കിൽ നല്ലപോലെ സിഗ്നലുകൾ മനസ്സിലായിട്ടില്ല, ആരും പഠിച്ചിട്ടില്ല, നല്ലപോലെ എടുക്കുന്നില്ല. പിന്നെ ഇതൊക്കെ ഒരു തമാശയായിട്ട് എടുക്കുന്നു, ഇതിനൊക്കെ ഒരു ലാഘവം കാണുന്നു. ജീവിതത്തിന് വില കൊടുക്കാതെ എന്തെല്ലാം നമ്മൾ വെട്ടിപ്പിടിച്ചാലും കാര്യമുണ്ടോ? നമ്മുടെ ജീവനല്ലേ ഏറ്റവും പ്രധാനം. നമ്മുടെ ജീവന് ഭീഷണിയാകുന്ന ഈ ഡേഞ്ചറസ് ഡ്രൈവിങ് നമ്മൾ നിർത്തേണ്ട കാലം കഴിഞ്ഞു. ഓരോ വ്യക്തികളും കഴിഞ്ഞു. നമ്മുടെ ഇടയ്ക്കെല്ലാം നമ്മുടെ വണ്ടി നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മുടെ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ എല്ലാം കറക്റ്റ് വർക്കിംഗ് ആണോ, ബ്രേക്ക് സിസ്റ്റം കറക്റ്റ് ആണോ. ഇപ്പൊ പുതിയ വണ്ടികൾക്കൊന്നും അങ്ങനെ പ്രശ്നമില്ല. എല്ലാത്തിനും 7,500 10,000 ഒക്കെ സർവീസ് ഉണ്ട്. സർവീസിന് സർവീസ് സെന്ററിൽ ചെല്ലുമ്പോൾ എല്ലാം തന്നെ ചെക്ക് ചെയ്യും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പഴയ വണ്ടികൾക്കാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു വിധം കാലഹരണപ്പെട്ട എന്റെ അഭിപ്രായത്തിൽ ഒരു 10 വർഷത്തിന് മേളിൽ ഉള്ള വണ്ടികളെല്ലാം ഡേഞ്ചറസ് ആണ്. കാരണം ആ വണ്ടിക്ക് ആ വണ്ടിയുടേതായ കാലപ്പഴക്കമുണ്ട്. ആ വണ്ടികൾ ഉപയോഗിക്കണ്ടെന്നോ കളയണമെന്നോ ഞാൻ പറയല. അത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായ കെയർഫുള്ളിൽ ഉപയോഗിക്കുക. ഏറ്റവും പുതിയ മോഡലിൽ
ജാഗ്വറോ മറ്റോ കൂടിയ വണ്ടികൾ ഉപയോഗിക്കുന്ന പോലെ, ബെൻസോ ഒക്കെ ഉപയോഗിക്കുന്ന പോലെ ആ വണ്ടി എടുത്ത് ഉപയോഗിച്ചാൽ വലിയ അപകടം ഉണ്ടാവും. അപ്പൊ ഇനിയെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള അപകടങ്ങൾ കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം. ഒരു ട്രാൻസ്പോർട്ട് മന്ത്രി ഗണേഷ് കുമാർ വിചാരിച്ചിട്ടോ, അല്ലെ ആർടിഒമാർ വിചാരിച്ചിട്ടോ, വഴിയിൽ നിന്ന് ചെക്ക് ചെയ്യുന്ന പാവം പോലീസുകാർ വിചാരിച്ചിട്ടോ ഒന്നും തീരുകയില്ല. അവർ ഈ ചെക്ക് ചെയ്യാൻ നിന്ന് കഴിയുമ്പോഴത്തേക്ക് അവരെ മെക്കിട്ട് കയറുക എല്ലാവരും. അവര് ചെക്ക് ചെയ്യുന്ന പോലും ഇല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പേടിയുണ്ടോ? ഒരു പേടിയില്ല, ആരും ഒന്നും ചെയ്യല. ടയറിന്റെ ഇപ്പൊ മഴക്കാലമാണെങ്കിൽ ടയർ മൊട്ട ടയറൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ ചവിട്ടിയാൽ ഒരിടത്തും നിൽക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് നമുക്ക് എല്ലാ നിയമങ്ങളും ഉണ്ട്. നിയമങ്ങൾ നമ്മൾ പാലിച്ചാൽ മാത്രം മതി. എല്ലാ നിയമങ്ങളും എല്ലാ അതിർവരമ്പുകളും എല്ലാ സംഗതികളും നമുക്കിവിടെ ഉണ്ട്. ഞാനിന്ന് വിഷയം മാറി സംസാരിച്ചത് സത്യത്തിൽ എനിക്ക് പ്രയാസം വേണ്ട. നമ്മൾ നേരത്തെ 2 എപ്പിസോഡ് നമ്മൾ സംസാരിച്ച വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചായിരുന്നു. ആ കാര്യത്തെക്കുറിച്ചുള്ള എപ്പിസോഡ് ഞാൻ പറയാം. പക്ഷെ ഇതെനിക്കിന്ന് പറയണമെന്ന് ഇന്നലെ പിള്ളേർ മരിച്ച ആ വണ്ടിയുടെ ആക്സിഡന്റ് കണ്ടപ്പോൾ തൊട്ട് ഞാൻ ഒത്തിരി നാളായിട്ട് പറയണമെന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളാണ്. ബൈക്കിൽ ഓവർടേക്ക് ചെയ്ത് പോകുന്നവർ വളരെ ശ്രദ്ധിക്കുക. ഇടതുവശത്തോടെ ഓവർടേക്ക് ചെയ്യരുത്. അത് നിങ്ങൾക്കും അപകടമാണ്, വണ്ടി ഫ്രണ്ടിൽ ഓടിക്കുന്നവർക്കും അപകടമാണ്. വലതുവശത്തൂടെ മാത്രമേ ഓവർടേക്ക് ചെയ്യാവുള്ളൂ. വലതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യാൻ വളരെ കൃത്യമായിട്ട് ദൂരെ വരെ നമുക്ക് കാഴ്ച കിട്ടുകയും ഒരു കാരണവശാലും നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകരുതെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഓവർടേക്ക് ചെയ്യുക. ഓവർടേക്ക് ചെയ്യുമ്പോൾ ഓവർ സ്പീഡിൽ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒരു കല്ലെ കയറിയാൽ മതി, ഒരു മിനിറ്റിൽ അവിടെ ഇളകി കിടന്നാൽ മതി. നമ്മുടെ റോഡല്ലേ, ഈ മഴയുള്ള കാലഘട്ടമല്ലേ, എത്ര ടാർ ചെയ്തെന്ന് പറഞ്ഞാലും ഇളകും, എത്ര ടാർ ചെയ്താലും കുഴിയുണ്ടാകും. കാരണം കരയുറവയാണ് വരുന്നത്, കരയുറവ. ഈ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിട്ടോ ടാർ ചെയ്യുന്നവനെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ച് നമ്മുടെ റോഡ് പെട്ടെന്ന് ഇളകി കംപ്ലൈന്റ് ആവും. എവിടെ വേണേലും കുഴി കാണും, എവിടെ വേണേലും മിറ്റിൽ കാണും, എവിടെ വേണേലും കല്ല് കിടപ്പ് കാണും. പിന്നെ ആൾക്കാർ കൊണ്ടുവന്നിട്ട വേസ്റ്റ് കാണും, പ്ലാസ്റ്റിക് കൂട് കാണും, എന്തെല്ലാം കാണും നമ്മുടെ റോഡിൽ. സേഫ് ആണോ നമ്മുടെ റോഡ്? അല്ല. സേഫ് അല്ലാത്തത് കൊണ്ട് ഈ സേഫ് അല്ലാത്ത റോഡിൽ കൂടെ വണ്ടി ഓടിക്കുന്ന ചെറുപ്പക്കാർ, പിള്ളേരും ബൈക്കിൽ പോകുന്നവരും, നിങ്ങൾക്ക് ബൈക്കിന് ഒരു കിലോമീറ്റർ സ്പീഡ് തന്നിട്ടുണ്ട് ഗവൺമെന്റ്. എനിക്ക് തോന്നുന്നു 60 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു. ഈ 60 കിലോമീറ്റർ സ്പീഡിൽ പോകാവുന്ന ഒരു സാധനമല്ല സത്യത്തിൽ ബൈക്ക്. ശരിക്കും ബൈക്ക് ഒരു 40 അല്ലെ 50 അതിൽ കൂടിയ കിലോമീറ്റർ നല്ല വഴിയാണ് പോവാം. ഈ 60 തന്നെ കൂടിയ സ്പീഡാണ്. ഈ 60 പറഞ്ഞ ബൈക്കാണ് 100 കയറിപ്പോകുന്നത്, വെടിച്ചില്ല് പോലെ കയറിപ്പോകുന്നത്. അങ്ങനെ കയറിപ്പോയി മരിച്ചവരുടെ ലിസ്റ്റ് നിങ്ങളൊന്ന് നോക്ക്, പുറകോട്ട് നോക്ക്. മുഴുവൻ ചെറുപ്പക്കാരാ. 18 വയസ്സിനും 15 വയസ്സും 18 വയസ്സും ലൈസൻസ് കിട്ടി. ഇന്നലെ വണ്ടി ഓടിച്ച പയ്യന് 6 മാസമായുള്ള ലൈസൻസ് കിട്ടി. 6 മാസം ലൈസൻസ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ 11 പേരെയും കയറ്റി ഒരു പഴഞ്ചടാക്ക് വണ്ടിയിൽ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആത്മഹത്യാപരമാ. ശരിക്കും ഒരു ആത്മഹത്യ ചെയ്ത്, അല്ല കൊലപാതകമാണ്. ശരിക്കും കൊലപാതകം തന്നെയത്. ആ പിള്ളേരെ കൊണ്ട് ഇത് ആരുടെ വണ്ടിയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ശരിക്കും മനഃപൂർവ്വമല്ലാത്ത കൊലപാതകം തന്നെയാണ് ഇതെല്ലാം. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതെ നമ്മളെല്ലാ നിയമങ്ങളും പാലിക്കണം. നിയമം തെറ്റിച്ചു, ഒന്നാമത്തെ നിയമമാണ് വണ്ടി ഓവർലോഡ് കയറ്റാൻ പാടില്ല. അത് വലിയൊരു തെറ്റാണത്. അങ്ങനെ ഒരു തെറ്റുണ്ടാകാൻ പാടില്ലായിരുന്നു. അവരുടെ ഭാഗത്തു നിന്നല്ല ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. ഒരു അത്യാവശ്യ ഘട്ടങ്ങളിൽ അങ്ങനെ ഇനി 1-2 പേരെ നമ്മൾ കൂടുതൽ കയറ്റിയാലും നമ്മൾ വണ്ടി വളരെ സ്ലോയിൽ ഓടിക്കണം. വണ്ടി സ്ലോയിൽ ഓടിച്ചില്ലെങ്കിൽ വണ്ടിയുടെ ഷോക്ക് അബ്സർവറിന് ഇത്ര ആൾക്കാരെ താങ്ങാനുള്ള കഴിവല്ലേ ഉള്ളൂ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒലഞ്ഞാടുമ്പോൾ വണ്ടിയുടെ നിയന്ത്രണം പോയി വണ്ടി പോയി ആക്സിഡന്റ് ആവും. അപ്പൊ അതുണ്ടാകാതെ ശ്രദ്ധിക്കുക. കുറേ കാര്യങ്ങളുണ്ട് ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ. നമ്മുടെ റോട്ടിൽ സിഗ്നൽസ്, നമ്മൾക്ക് റെഡ് സിഗ്നൽ കണ്ടാൽ നിർത്താതെ പോകുന്ന പല ആൾക്കാരുണ്ട്. അതും പാടില്ല. സിഗ്നൽ കണ്ടാൽ സിഗ്നൽ നോക്കണം. നമ്മളൊരു ജംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു വഴിയിൽ ഒരു പശുവിനെ കെട്ടിയിട്ടുണ്ടായിരുന്നു. പണ്ടെൻ്റെ ഒരു സുഹൃത്ത് പറയായിരുന്നു, പ്രായമുള്ള ആളാ, മരിച്ചുപോയി. പുള്ളി പറയുമായിരുന്നു, വഴിയിൽ ഒരു പശുവിനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ പശു കയറ് പൊട്ടിച്ച് റോഡിലേക്ക് ചാടുമെന്ന് ഓർത്തോണ്ട് വേണം വണ്ടി ഓടിക്കാമെന്ന്. പശു പിന്നെ ഏതെങ്കിലും ഒരു റോഡ് സൈഡിൽ കണ്ട അവിടുന്ന് ഒരു വണ്ടി ഇറങ്ങി വരുമെന്ന് ഓർത്തോണ്ട് വേണം വണ്ടി ഓടിക്കാൻ. ആ ശ്രദ്ധകൾ മുഴുവൻ വേണം. നമ്മുടെ വണ്ടിയുടെ ഫുൾ കൺട്രോൾ, ചുറ്റുമുള്ള കണ്ണാടികളും എല്ലാം നമ്മളിലേക്ക് തിരിച്ചു വെച്ച് അവിടെ വരുന്ന എല്ലാ മൂവ്മെന്റും നമ്മൾ ശ്രദ്ധയോടുകൂടി വീക്ഷിച്ചാൽ പോലും ആക്സിഡന്റ് ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഇത് വീക്ഷിച്ച് ഓടിച്ചില്ലെങ്കിലോ, തോന്നിവാസം ഡ്രൈവ് ചെയ്താലോ. അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് നാളെ ചിലപ്പോൾ ആക്സിഡന്റ് ഉണ്ടാകരുതെന്ന് ഞാൻ പറയുന്നില്ല. ഒരു നിമിഷത്തെ അശ്രദ്ധയാണ്. നമുക്ക് ടെൻഷനോ ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ട് സത്യത്തിൽ വണ്ടി ഓടിക്കല്. ഒരു ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മൾ വണ്ടി ഓടിക്കരുത്. തക്കാലം നമ്മൾ വണ്ടി ഓടിക്കാതെ ടെൻഷൻ മാറാൻ ഒരു ടൈം കൊടുക്കുക, അല്ല വേറെ ആളെ കൊണ്ട് ഓടിപ്പിക്കുക. നമുക്കൊരു മനപ്രയാസം വന്നു. അതുപോലെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കരുത്.
മൊബൈൽ ഒരു വന്നു കഴിഞ്ഞാൽ വണ്ടി എവിടെയെങ്കിലും സൈഡിൽ ഒതുക്കി നിർത്തിയതിന് ശേഷം അത്യാവശ്യമുള്ള മൊബൈലാണെങ്കിൽ നമുക്ക് മൊബൈൽ ആരാ വിളിക്കുന്നത് അറിയാലോ. നോക്കിയിട്ട് വണ്ടി എവിടെയെങ്കിലും തക്കാലം മാറ്റി നിർത്തിയിട്ട് അയാൾ വിളിച്ചപ്പോൾ എടുത്തില്ലെങ്കിൽ അങ്ങോട്ട് അടുത്ത 1 മിനിറ്റിനാൻ വിളിച്ചാൽ മതി, തിരിച്ചു വിളിച്ചാൽ മതി. അത്ര അത്യാവശ്യമുള്ള കാര്യമാണെങ്കിൽ നമുക്ക് സംസാരിക്കാവുള്ളൂ. അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം. മൊബൈൽ ഉപയോഗിക്കരുത്. വണ്ടി സഡൻ ബ്രേക്ക് ഇടുമ്പോൾ ഇടിക്കാതിരിക്കാൻ നമ്മൾ ന്യായമായ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ പാട്ട് വെക്കുക, അമിത വോളിയത്തിൽ പാട്ട് വെച്ച് ഇപ്പോഴത്തെ വണ്ടികളൊക്കെ 15 സ്പീക്കറും 4 സബ് വൂഫറും ഒക്കെ വെച്ച വണ്ടികളാണ് വരുന്നത്. മത്സരിക്കുകയാണ് കമ്പനിക്കാർ, എത്ര സ്പീക്കർ വെക്കുക, എത്ര ട്യൂട്ടർ വെക്കുക, എത്ര വൂഫർ വെക്കുക. അതൊക്കെ അവർ വെച്ചോട്ടെ. ചെറിയ ലോ ക്വാളിറ്റി നല്ല ക്വാളിറ്റി കേട്ട് നമുക്ക് പോവാം. റേഡിയോ ഒക്കെ വെച്ച് FM ഒക്കെ വെച്ച് ഭയങ്കര ക്വാളിറ്റി പോയി കഴിഞ്ഞാൽ വേറൊരാൾ വന്ന് ഓണടിക്കുകയോ വേറെ പരിസരത്തിലുണ്ടാകുന്ന ഒരു ശബ്ദങ്ങളോ നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് അമിത വോളിയത്തിൽ പാട്ട് വെക്കണമെങ്കിൽ അത്ര സേഫ് ആയിട്ടുള്ള ഒരു വഴിയാണെന്ന് നമ്മൾ കണ്ടിട്ട് വേണം വെക്കാം. നമുക്ക് ദൂരെ വണ്ടി കാണാം, 2 സൈഡും റോഡിന്റെ കാണാം, ഒത്തിരി ദൂരെ കാണാവുന്ന സേഫ് ആയിട്ടുള്ള അങ്ങനെയുള്ള വഴികൾ കേരളത്തിൽ വളരെ കുറവാണ്. നമുക്ക് വളവും തിരിവും ചതിക്കുഴികളും എല്ലാം ഉള്ള വഴികളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പം അങ്ങനെ ഒരു സേഫ് ആയിട്ടൊരു ഡ്രൈവിങ്ങിലേക്ക് നമുക്കെല്ലാം മാറാം. നമുക്കെല്ലാം ഒന്നിച്ചൊന്ന് ചിന്തിക്കാം. നമുക്ക് ചിന്തിക്ക് മാറണം. നമ്മൾ പ്രായമുള്ളവർ ചിന്തിക്കണം, മധ്യവയസ്കർ ചിന്തിക്കണം, ചെറുപ്പക്കാർ ചിന്തിക്കണം, നമ്മുടെ നാട്ടിലുള്ള ഓരോ മനുഷ്യരും ചിന്തിക്കണം. ഓരോ മനുഷ്യരും ഇത് ശ്രദ്ധിക്കണം. നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അതിനുള്ള സപ്പോർട്ട് കിട്ടണം. റോഡൊക്കെ കണ്ടമാനം കുഴിയായിട്ട് കിടക്കുന്ന റോഡുകളൊക്കെ പെട്ടെന്ന് ടാർ ചെയ്യാനുള്ള സംവിധാനം ചെയ്യണം. ഈ റോഡ് കുഴിയായിട്ട് കഴിയുമ്പോഴത്തേക്കും വെട്ടിച്ച് കയറി എതിരെ വരുന്ന വണ്ടിക്കിട്ട് കയറി ഇടിക്കും. ഒരു കുഴി വെട്ടിക്കാൻ പോയാൽ എന്നേക്കുമായിട്ട് ആശുപത്രി കിടക്കാം, അല്ലെ എന്നേക്കുമായിട്ട് പരലോകം പോകാം. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ വിഷയം ഞാനിവിടെ ഏകദേശം പറഞ്ഞ് അത്യാവശ്യം പോയിന്റുകളൊക്കെ ഞാൻ പറഞ്ഞു തുടങ്ങുന്നു. പിന്നെ മദ്യപിച്ച് വണ്ടി ഓടിക്കാൻ മദ്യപിച്ച് ലഹരി മരുന്നുകൾ ഉപയോഗിച്ച് ഒരിക്കലും വണ്ടി ഓടിക്കരുത്. അത് നമ്മൾ മറ്റുള്ളവരോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണ്. നമ്മളോട് ചെയ്യുന്ന ദ്രോഹമാണ്. അതിനു പുറമെ നമ്മൾ ചെയ്യുന്ന വലിയൊരു രാജ്യദ്രോഹ കുറ്റമെന്ന് ഞാൻ പറയും. ശരിക്കും ഈ രാജ്യത്തിലെ മറ്റ് ജനങ്ങളോട് ചെയ്യുന്ന വലിയ കുറ്റമാണ് മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കുക. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് മറ്റ് സിന്തറ്റിക് ലഹരികളൊക്കെ ഇപ്പോൾ ധാരാളം ഇവിടെ നമ്മുടെ നാട്ടിലുണ്ട്. അതൊക്കെ ഉപയോഗിച്ചിട്ട് വണ്ടി ഓടിക്കുക. സത്യത്തിൽ ഈ സിന്തറ്റിക് ലഹരിയൊക്കെ ഉപയോഗിച്ചാൽ നിങ്ങൾ സ്വയം ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. പെട്ടെന്ന് ഒരു ദിവസം ആത്മഹത്യ ചെയ്യുന്നില്ല, പടിപടിയായിട്ട് നമ്മൾ ആത്മഹത്യ ചെയ്യുന്ന തുല്യമാണ്. അതൊക്കെ കഴിവതും ആൾക്കാർ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇനി അഥവാ എന്തെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാരണവന്മാരോടാണേലും മറ്റു മുതിർന്നവരോടൊക്കെ പറഞ്ഞ് അവരുടെയൊക്കെ സഹായങ്ങളും ഇതൊക്കെ മാറാനുള്ള ഒത്തിരി സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. പെട്ടുപോയെന്നോർത്ത് ജീവിതം നിരാശപ്പെട്ട് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് അഡിക്ഷനിൽ നിന്ന് മാറാനുള്ള ഒത്തിരി സംവിധാനങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട്, ചികിത്സകളൊക്കെ ഉണ്ട്. ആ ചികിത്സകളൊക്കെ എടുത്ത് നമുക്ക് രക്ഷപ്പെടാൻ നോക്കുക. അതുകൊണ്ട് ഞാൻ വളരെ വിനീതമായിട്ട് ഞാൻ എൻ്റെ നാട്ടിലുള്ള എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും എൻ്റെ അനിയന്മാരോടും എൻ്റെ ചേട്ടന്മാരോടും എൻ്റെ കാരണന്മാരോടും എല്ലാവരോടും ഞാനൊരു അപേക്ഷ വെക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് മനസ്സ് വിചാരിച്ച് റോഡിലുള്ള നമ്മുടെ ഈഗോ പ്രശ്നങ്ങളൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കാം. നമുക്ക് ഈഗോ എന്തിനാ നമ്മൾ ഈഗോ വെക്കുന്നത്? നമ്മൾ ആരോടാണ് ഈഗോ കാണിക്കുന്നത്? നമ്മളിപ്പോൾ ഒരു വണ്ടിയെ കയറ്റി വിട്ടെന്ന് ഓർത്ത് നമുക്ക് എന്തെങ്കിലും ഒരു നഷ്ടം വരുന്നുണ്ടോ? എതിരെ വരുന്നവനെ കയറ്റി വിട്ടേക്കണം. നമ്മൾ ഓവർ സ്പീഡ് എടുത്ത് പെട്ടെന്ന് ചെന്ന് എത്തുമെന്ന് വിചാരിച്ചു പോകുന്നു. എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമുക്ക് അതിൻ്റെ പേരിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ന്യായമായ സേഫ് സ്പീഡിലും വളരെ മര്യാദയ്ക്കും റോഡിലെ നിയമങ്ങൾ പാലിച്ചും എല്ലാ രീതിയിലും മറ്റുള്ളവരെ ബഹുമാനിച്ചും മറ്റുള്ളവർക്ക് വേണ്ട പരിഗണന കൊടുത്തും. ഇപ്പം ആംബുലൻസ് വന്നാൽ നമ്മൾ വണ്ടി മാറ്റി കൊടുക്കും. ഞാൻ ആംബുലൻസ് എവിടുന്നാ വന്നത് ഞാൻ വണ്ടി സൈഡിൽ ഒതുക്കി നിർത്തി ഞാൻ ആംബുലൻസിനെ കടത്തിവിടാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ സീബ്ര ലൈനയിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ സീബ്ര ലൈനയിൽ നമ്മൾ വണ്ടി ചവിട്ടി നിർത്തി കൊടുക്കണം. ഞാൻ പല വിദേശ രാജ്യത്തും പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വോൾവോടെ പറന്നു വരുന്ന ബസ് പോലും സീബ്ര ലൈനയിൽ ഒരാൾ കാലെടുത്ത് വെച്ചിട്ടുണ്ട്. ആ വണ്ടി അവിടെ നിൽക്കും. അവിടെ നിന്ന് അവർ കടന്നു പോയതിന് ശേഷമേ ആ വണ്ടി പോവുള്ളൂ. ഇവിടെ സീബ്ര ലൈനയിൽ കടന്നിട്ടുണ്ട്, എപ്പോൾ വണ്ടി ഇടിച്ചിട്ട് പോയെന്ന് ചോദിച്ചാൽ മതി. ഞാനേ ഇങ്ങനെ ആൾക്കാർ നിൽക്കുന്ന കാണുമ്പോൾ സത്യത്തിൽ ഞാൻ ഇത് കണ്ടിട്ട് ഞാൻ സീബ്ര ലൈനെ ആളെ കണ്ട ഞാൻ വണ്ടി ചവിട്ടി നിർത്തി കഴിയുമ്പോൾ ഇവർ പേടിച്ച് തന്നെ ഒരു നോട്ടമുണ്ട്. എന്നാ പറ്റി, കടക്കാവോ, ഇടിക്കുവോ, കയറുമ്പോൾ ഇടിക്കുവോ എന്നോർത്ത് ഇവർ നോക്കും. ഇവർ നോക്കി കഴിയുമ്പോൾ ഞാൻ പിന്നെ കൈ കൊണ്ട് കാണിക്കണം, കടന്നു വെക്കോ, ഞാൻ മനഃപൂർവ്വം ചവിട്ടി നിർത്തി ഞാൻ പറഞ്ഞെങ്കിലേ ഇവർ പേടി കടന്നു പോകുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു വിശ്വാസം ആൾക്കാർക്ക് നമ്മളെ ഇല്ല. അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ നിർത്തിയതാണോ എന്ന് തന്നെ അവർ സംശയിക്കുന്നു. ഇനി അവർ കടക്കുമ്പോൾ പൂർവാധികം ശക്തിയോടെ വണ്ടി ഇടിച്ചു കൊല്ലാനാണോ പ്ലാൻ എന്ന് അവർ സംശയിക്കുന്നു. അതുകൊണ്ട് സീബ്ര ലൈനിൽ ആൾക്കാരുള്ളപ്പോൾ നമ്മൾ അവരെ കടത്തിവിടാൻ ശ്രമിക്കുക.
അതുപോലെ മദ്യപിച്ച് വണ്ടി ഓടിക്കാതിരിക്കുക, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വണ്ടി ഓടിക്കാതിരിക്കുക, വണ്ടിയുടെ ഫിറ്റ്നസ് എപ്പോഴും ചെക്ക് ചെയ്യുക, വണ്ടിയുടെ എയർ ചെക്ക് ചെയ്യുക, ബ്രേക്ക് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതിലെല്ലാം ഇതായിട്ട് നമ്മളെ പിന്നെ എതിരെ വരുന്ന ആളെ നമ്മുടെ സഹോദരനായിട്ട് സുഹൃത്തായിട്ടും കാണുക. അവർക്ക് എന്തെങ്കിലും ബിസി ഉണ്ട് അവരെ കയറ്റി വിടുക. എന്തെങ്കിലും ഒരു തെറ്റ് അവന്റെ ഭാഗത്ത് നിന്ന് വന്നാൽ അവനെ തെറി വിളിക്കാനും വഴക്കുണ്ടാക്കാനും ഒന്നും നിൽക്കാതെ ഒന്ന് ചിരിക്കുക, ഒരു പുഞ്ചിരി കൊടുക്കുക. ഞാൻ ഒരു സംഭവം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. എൻ്റെ ഒരു വണ്ടി ഒരു വോൾസ്വാൻ വെൻഡോ ആയിരുന്നു ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടി. അത് പുതിയ വണ്ടിയായിരുന്നു. ആ വണ്ടി ഞാൻ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സംഭവം. ആ വണ്ടി ഞാൻ ഇങ്ങനെ ടൗണിൽ ഇട്ടിരിക്കുകയായിരുന്നു. ടൗണിൽ ബാങ്കിൽ പോയപ്പോൾ ഞാൻ ഇട്ടിരിക്കുക സൈഡ് ചേർത്തായിട്ടിരുന്നത്, വളരെ സൈഡ് ചേർത്ത് തന്നെ ഇട്ടിരുന്ന വണ്ടിയാണ്. അപ്പോൾ ഒരു ഓൾട്ടോക്കാരൻ ഓവർടേക്ക് ചെയ്ത് കയറി വന്ന് എൻ്റെ വണ്ടിയുടെ ബമ്പറെ കൂടെ ഉരഞ്ഞ് അങ്ങ് പോയി. ഞാൻ ചെല്ലുകയും കണ്ടു. ഞാൻ അന്നേരത്തേക്ക് ഓൾട്ടോക്കാരൻ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം നാട്ടുകാരെല്ലാം കൂടി. ഇവരെന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നാട്ടുകാർ വന്ന് കൂടി 100 അഭിപ്രായമായി, 2 പക്ഷമായി. വിഷയം തീർക്കാനല്ല, പിന്നെ അവിടെ ഒരു വിഷയമാണ്, ഭയങ്കര പ്രശ്നമാണ്. ഒരു ആക്സിഡന്റ് ഉണ്ടായി, പോലീസ് വരട്ടെ, അത് വരട്ടെ, അതിന് 10,000 വേണം, ഇതിന് 10,000 വേണം, പിന്നെ നിന്നങ്ങ് പേശി വഴക്കുണ്ടാക്കി. ആ ഒരു രീതിയിൽ നമുക്ക് മാറ്റിയിട്ട് ഒരു സൗഹൃദമായിട്ട് പോകും. അപ്പം ഇയാൾ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ നീ വണ്ടി കിടക്കുന്ന ഞാൻ കണ്ടു ചേട്ടാ, പക്ഷെ ഞാൻ ഓവർടേക്ക് ചെയ്ത് കയറി വന്നപ്പോഴാണ് കണ്ടത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയി എൻ്റെ വണ്ടിയെ നോക്കിയപ്പോൾ എൻ്റെ ബമ്പറിന്റെ ഒരു സൈഡിൽ കുറച്ച് പെയിന്റ് പോയിട്ടുണ്ട്, കുറച്ച് ഒരഞ്ഞിട്ടുണ്ട്. ഞാൻ പോയി അവൻ്റെ ഓൾട്ടോയിൽ പോയി നോക്കിയപ്പോൾ ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ അതിൻ്റെ തകിട് സഹിതം കീറിപ്പോയിരിക്കുക. എനിക്ക് സത്യമായ സങ്കടം. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയെ ഞാൻ ഒരിടത്ത് പോകാൻ വേണ്ടിയിട്ട് അവനോട് തക്കാലത്തേനെ എടുത്തുകൊണ്ട് വന്നതാന്ന് പറഞ്ഞു. ചേട്ടാ എന്നാ ചെയ്യണം, എൻ്റെ ഭാഗത്ത് തെറ്റ്, എത്ര രൂപ വേണം എന്നൊക്കെ ഇവൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോനെ നിനക്ക് നിന്റെ വണ്ടിക്ക് ശരിക്കും നല്ല പണിയുണ്ട്, എൻ്റെ വണ്ടിക്ക് അതിനുള്ള ബുദ്ധിമുട്ട് വന്നു, ഞാൻ ടച്ച് ആൻഡ് പെയിന്റ് ചെയ്താൽ തീരാവുന്ന വിഷയമുള്ളൂ, അതുകൊണ്ട് നീ പൊക്കോ എന്ന് പറയാം. ഈ ആൾക്കാരെല്ലാം വന്നു കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവന് കൈ കൊടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരുടെയും വണ്ടിയെ കയറി ഞങ്ങൾ അങ്ങ് പോയപ്പോൾ ഈ വന്ന ആൾക്കാരെല്ലാം എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാകാതെ ഇവർ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായാലും നമുക്ക് സൗഹൃദമായിട്ട് സംസാരിക്കാം, നല്ല രീതിയിൽ സംസാരിക്കാം. ആരുടെയെങ്കിലും തെറ്റുണ്ടെങ്കിലും നല്ല രീതിയിൽ സംസാരിച്ച് സ്നേഹത്തോടുകൂടി നമുക്ക് പിരിയാൻ പറ്റും. കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ചെയ്തു കൊടുക്കാം, നമുക്കൊന്നും പറ്റിയില്ലല്ലോ, നമ്മുടെ വണ്ടിക്കല്ലേ പറ്റിയുള്ളൂ എന്നോർത്ത് നമുക്ക് അത് തീർക്കാവുന്നുള്ളൂ. ആക്സിഡന്റിലൊക്കെ നമ്മൾ ചെറിയ പരിക്കുകൾ രക്ഷപ്പെടുന്നു. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് തിരുത്താൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എനിക്ക് ഇത്ര പറയാനുള്ളൂ, എല്ലാവരും സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക, സേഫായിട്ട് ജീവിക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് വ്യക്തിപരമായിട്ട് തോന്നുന്ന രീതിയിലൊന്നും പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു നല്ല ഉദ്ദേശത്തോടെ ഞാൻ പറഞ്ഞതാണ്. ആരെയും മോശക്കാരാക്കാനോ ആരെയും ചീത്തയാക്കാനോ ഞാൻ പറഞ്ഞതല്ല. എൻ്റെ അനുഭവം, ഞാനും അതുപോലെ തന്നെയാണ്. എൻ്റെ കാര്യങ്ങൾ ഞാൻ എന്നിലേക്ക് തന്നെ നോക്കി എൻ്റെ പോരായ്മകൾ ഞാൻ തിരുത്തുന്നത് പോലെ നമുക്ക് ഓരോരുത്തർക്കും തിരുത്തി നമ്മുടെ കേരള സംസ്ഥാനത്ത് ഇനി ഒരു മരണം ഉണ്ടാകാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് പരിശ്രമിക്കാം. എല്ലാവർക്കും വളരെയധികം നന്ദി. താങ്ക് യു.